എഫാത്താ എഫാത്താ ഗലീലിലുയർന്ന വചനം. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ ഞായറാഴ്ച ഈശോയുടെ തിരുഹൃദയ തിരുനാളായി തിരുസഭ ആഘോഷിക്കുകയാണ്. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഈശോയുടെ പാർശ്വം പിളർക്കപ്പെടുന്ന ഭാഗമാണ് നാം വിചിന്തനം ചെയ്യുന്നത്. ക്രൂശിതനായ ഈശോയുടെ വിലാവിൽ പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് കുത്തുമ്പോൾ അവിടെ നിന്നും രക്തവും ജലവും ഒഴുകുന്നു. എന്താണ് ഈ രക്തവും ജലവും സൂചിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒത്തിരിയേറെ വ്യാഖ്യാനങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് കണ്ടെത്താനാകും. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് രക്തവും ജലവും സൂചിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയെയും ജ്ഞാനസ്നാനത്തെയുമാണ് എന്നാണ്. വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു, ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് നവജീവൻ ലഭിക്കുന്നു. അപ്പോൾ രക്തവും ജലവും ജീവന്റെ പ്രതീകമാണ്. വീണ്ടും തെർത്തുല്യൻ പറയുന്നത് രക്തവും ജലവും സൂചിപ്പിക്കുന്നത് 2 തരത്തിലുള്ള ജ്ഞാനസ്നാനത്തെയാണ് എന്നാണ്. രക്തത്താലുള്ള ജ്ഞാനസ്നാനത്തെ, അതായത് രക്തസാക്ഷിത്വത്തെ, ജലത്താലുള്ള ജ്ഞാനസ്നാനത്തെ. ജ്ഞാനസ്നാനം നമുക്ക് നവജീവൻ നൽകുന്നതാണല്ലോ. വീണ്ടും തെർത്തുല്യനും പറയുന്നത് രക്തവും ജലവും ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാകുന്ന ജീവനെ കുറിച്ചാണ്, ജീവന്റെ ഉറവിടത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ മരണമാണ് ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈശോയിൽ വിശ്വസിക്കുന്ന ഒരുവിനെ സംബന്ധിച്ചിടത്തോളം ജീവന്റെ ഉറവിടം. ഇന്നത്തെ ഈ തിരുനാൾ ജീവന്റെ ഉറവിടം ഈശോയുടെ തിരുഹൃദയത്തിൽ കണ്ടെത്തുവാൻ നമ്മെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, അപ്പോൾ സുവിശേഷത്തിൽ നാം കണ്ട ആ 2 പ്രതീകങ്ങൾ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന രക്തവും ജലവും, നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടമാണ്. കാരണം ജ്ഞാനസ്നാനത്തിൻ്റെയും വിശുദ്ധ കുർബാനയുടെയും പ്രതീകങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടമാണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചോദിക്കേണ്ട ചോദ്യം അതാണ്: നിന്റെ ജീവിതം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിലെ എല്ലാത്തിനേക്കാൾ 100 മടങ്ങ് വലുതാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ ജീവിതത്തെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി നൽകിയിട്ടുള്ളൊരു തിരുനാളാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ. കാരണം ജ്ഞാനസ്നാനവും വിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭമാണ്. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കിയുള്ള ജീവിതം ആരംഭിച്ചത് ജ്ഞാനസ്നാനത്തിലാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം നുകർന്നുകൊണ്ട് ജീവിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈശോയുടെ തിരുഹൃദയം പോലെ തുറക്കപ്പെട്ടൊരു ജീവിതമാകുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് 1-ാമത്തെ വായനയിൽ ഹോസിയ പ്രവാചകനിലൂടെ പറയുന്നു. വളരെ സുന്ദരമായ ദൈവത്തിൻ്റെ സ്നേഹത്തെ അവതരിപ്പിക്കുന്ന ഒരു ഭാഗം. അവിടെ ഇസ്രായേൽ ജനത്തെ ദൈവം സ്വന്തം കുഞ്ഞിനെ പോലെ കരുതി സംരക്ഷിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് തെറ്റിപ്പോകുന്ന അവർ നോക്കിയിട്ട് ദൈവം പറയുന്ന സുന്ദരമായ വാക്ക്: എങ്കിലും എഫ്രൈം, നിന്നെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചാണ് 2-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് ഒരു വിളി നൽകിയിട്ടുണ്ട്. ആ വിളിയുടെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ പരിശ്രമിക്കലാണ്. നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജീവിതം ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം നിന്നെ ഏൽപ്പിച്ച പ്രവൃത്തി നീ ചെയ്യുന്നുണ്ടോ? ആ പ്രവൃത്തി ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് ഈ ലോകത്തുള്ള എല്ലാറ്റിനേക്കാൾ 100 മടങ്ങ് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ഒരു ഉറപ്പാണ്. ആ ഉറപ്പ് നിനക്കുണ്ടോ? അതാണ് നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ വിളിയുടെ ആന്തരിക അർത്ഥം അതാണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയ ആ ജലവും രക്തവും നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സ്നേഹത്തിലേക്ക് വളരുവാനാണ്. ഓരോ ദിവസവും വളർച്ചയിലാണ് നമ്മളൊക്കെ. ജ്ഞാനസ്നാനത്തിലൂടെ വിശുദ്ധിയുടെ ഫലം പുറപ്പെടുവിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മളൊക്കെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി അത് ചിലർക്ക് വിശുദ്ധ കുർബാന പോലെ സ്വയം ഇല്ലാതാകുന്നതിലൂടെയാണ് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാൻ സാധിക്കുക എന്ന്
പഠിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ ഫലം പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വം വഹിച്ചു ജീവിക്കുക. രക്തസാക്ഷിത്വം നമ്മുടെ ജീവൻ കൊടുക്കുന്നത് മാത്രമല്ല, അനുദിന ജീവിതത്തിൽ സ്വയം ഇല്ലാതാകുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് രക്തസാക്ഷിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ രക്തസാക്ഷിത്വം വരിച്ചു ജീവിക്കുന്നവരാണ് അത് വിശുദ്ധിയിലേക്ക് നമ്മളെ വളർത്തുന്നതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തെ നോക്കിക്കൊണ്ട് ഓരോ ദിവസവും ആ സ്നേഹം നുകർന്ന്, ആ സ്നേഹത്തിൽ വളർന്ന്, അത് ഏത് അവസ്ഥയിലും സഹനത്തിനിടയിലും ആ സ്നേഹത്തിൻ്റെ ഒരു തരി പോലും കുറയാതെ ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഈശോയുടെ തിരുഹൃദയത്തിന് അനുസരണമായിട്ടുള്ള ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറുക. അങ്ങനെ ജീവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളായിരിക്കുന്ന സമസ്ത മേഖലകൾക്കും ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.